എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇണ്ടേറിയപ്പമാണ് ട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പച്ചരി എടുക്കണമെന്ന് വെച്ചാൽ അതായാലും മതി ട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനപ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടിലേക്കും വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇത് രണ്ടും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൂറ്റിയെടുത്തിട്ടുള്ള അരിയും ഉഴുന്നിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1ഓ 2ഓ തവണയായിട്ട് അരച്ചെടുക്കാം ട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകരുത്. പിന്നെ വെള്ളം നമ്മൾ എടുക്കുന്ന പച്ചരിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുക്കട്ടെ. കണ്ടോ ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനപ്പോൾ 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങനെ അരഞ്ഞ പേസ്റ്റ് പോലെ ഒന്നും ആവരുത് കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്തെടുക്കില്ലേ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്തെടുക്കട്ടെ. കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നോക്കി ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഇല്ലേ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ റെഡിയാക്കുന്ന ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1ഓ 2ഓ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനപ്പോൾ ഒരു 2 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ വെച്ചാലും മതി. നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരവും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പകുതി നാളികേരമാണ് ട്ടോ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പലഹാരത്തിലേക്ക് നാളികേരം ഉള്ളിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാനപ്പോൾ ഒരു 10, 12 ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പൊ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ കുറച്ച് വേപ്പില ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതും എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ പലഹാരം എന്തിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ പ്ലേറ്റ് എടുക്കുക. ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സ്നാക്ക് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റിലോ അല്ലെങ്കിൽ കേക്ക് ടിന്ന് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവല്ലേ ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നാളികേരവും ചെറിയ ഉള്ളിയൊക്കെ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാന്തേയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ബാറ്ററിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ആ ഉഴുന്നും പച്ചരിയും അതുപോലെ തന്നെ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇല്ലേ ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളമായിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് സ്റ്റീമർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് ആ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് റെഡിയാക്കി എടുത്തത് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ. ഇതും നമുക്ക് നല്ലതുപോലെ തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. വേഗം തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആ ഉള്ളിയും നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്